തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കണ്ണുകളെല്ലാം കണ്ണൂർ കോർപ്പറേഷനിലേക്കാണ്. ആരാവും ഭരണം പിടിക്കുക എന്നതാണ് ആകാംക്ഷ. കഴിഞ്ഞ തവണ UDF ജയിച്ച ഏക കോർപ്പറേഷൻ ഉന്നമിട്ട് മുന്നണികൾ പല പല തന്ത്രങ്ങളും പയറ്റുകയാണ്. ഇതുവരെ കാണാത്ത വീറും വാശിയുമാണ് എല്ലായിടത്തും. തീപാറുന്ന പോരാട്ടം നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും മത്സരിക്കുമ്പോൾ നിർണായക ശക്തിയാകാൻ BJPയുമുണ്ട്. BJP ശക്തമായി രംഗത്തെത്തിയത് പല വാർഡുകളിലെയും ഫലം പ്രവചനാതീതമാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിൽ 5ഇടത്തും LDF ആണ് ജയിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ നേടിയാണ് UDF 2020 പിടിച്ചു നിന്നത്. അത് നിലനിർത്താനാണ് കോൺഗ്രസും ലീഗും പ്രയത്നിക്കുന്നത്. കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുകയെന്നത് അഭിമാന പ്രശ്നമായാണ് CPM നേതൃത്വം കാണുന്നത്. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളും അടവു നയങ്ങളും പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇരു മുന്നണികളുടെയും ആസൂത്രണങ്ങളെ അട്ടിമറിക്കാൻ BJP അടിത്തട്ടിലിറങ്ങി പ്രചാരണം നടത്തുകയാണ്. 3 മുന്നണികളുടെയും പ്രവർത്തനത്തിന് മുതിർന്ന നേതാക്കൾ തന്നെ ചുക്കാൻ പിടിക്കുന്നു. 2015 കോർപ്പറേഷൻ ആയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും 27 സീറ്റുകൾ വീതമാണ് നേടിയത്. തിരഞ്ഞെടുപ്പിൽ ജയിച്ച നിർണായക സാന്നിധ്യമായി തീർന്ന കോൺഗ്രസ് വിമതൻ PK രാഗേഷ് LDFന് പിന്തുണ നൽകിയതോടെ ഭരണം ഇടതിനൊപ്പം നിന്നു. എന്നാൽ കാലാവധി പൂർത്തിയാകാൻ 1 വർഷം മാത്രം ശേഷിക്കെ PK രാഗേഷ് വീണ്ടും UDF ക്യാമ്പിലെത്തി. അതോടെ ഭരണം UDFനായി. 2020 UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും 2015 സമാനമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. PK രാഗേഷ് കോൺഗ്രസിന് പുറത്താണ് എന്നതാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയവർ ചേർന്ന് രൂപവൽക്കരിച്ച ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി 12 സീറ്റുകളിൽ മത്സരിക്കുന്നുമുണ്ട്. രാഗേഷ് ഉൾപ്പെടെ. ഇത് ജയസാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ശ്രമം മാത്രമാണിവർ നടത്തുന്നതെന്നും UDF പറയുന്നു. എന്നാൽ ചെറിയ വോട്ടുകൾക്ക് ഫലം നിർണ്ണയിക്കപ്പെടുന്ന ഡിവിഷനുകളിൽ സമിതി പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്ന കണക്കുകൂട്ടലിലാണ് CPMും BJPയും. വാർഡ് പുനർനിർണയം നടത്തിയപ്പോൾ അതിർത്തികളിൽ വന്ന മാറ്റവും ഗുണം ചെയ്യുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.